അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇമാം മഹദിയെക്കുറിച്ചുള്ള ചരിത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സയ്യിദ് മുഹമ്മദുൽ ബർസഞ്ചി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മഹദിയുടെ യഥാർത്ഥ പേര് ഭൂരിഭാഗം പല പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തത് മുഹമ്മദ് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അഹ്മദ് എന്നതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട എൻ്റെ പേരിനോട് യോജിക്കുന്ന ഒരാള് അറബികളെ ഭരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, എൻ്റെ പേരിനോട് അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ പിതാവിൻ്റെ പേരിനോട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും യോജിക്കുന്നതാണ്. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനോട് മഹാനായ ഇമാം മഹദിയുടെ പേര് യോജിക്കും എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെല്ലാം പേരുകളുണ്ടോ ഏതെങ്കിലും ഒരു പേരിനോട് യോജിപ്പുണ്ടാവും. മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരുകൾ അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തിലേക്ക് ചേർത്തിയ വ്യക്തി എന്നൊരർത്ഥത്തിനാണ് അർത്ഥം കൊണ്ടാണ് മഹദി എന്ന ഒരു സ്ഥാനപ്പേര് മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ലഭിച്ചത്. പ്രസ്തുത പേര് ലഭിക്കാനുള്ള കാരണം കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഷാമിലെ പർവ്വതത്തിൽ നിന്ന് തൗറാത്തിന്റെ കോപ്പി പുറത്തെടുക്കും. ജൂതന്മാരെ അതിലേക്ക് ക്ഷണിക്കും. നിരവധി ജൂതന്മാര് അതുമൂലം ഇസ്ലാം സ്വീകരിക്കും എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അബു അബ്ദില്ല എന്നാണ് സൂചനാനാമം. അബു അബ്ദില്ല എന്നാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ സൂചനാനാമമായിട്ട് ഉപയോഗിക്കുന്നത്. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷിഫ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം എന്നാണ് പറയുന്നത്. അബുൽ ഖാസിം എന്നാണ് സൂചനാനാമമായിട്ട് ഉപയോഗിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. മദീനയിലാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ജനിക്കുക എന്ന് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നുഐം ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. എന്നാൽ പടിഞ്ഞാറൻ നാട്ടിലാണെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. വിവിധ റിപ്പോർട്ടുകളിൽ വന്ന വിവരങ്ങൾ വിവിധ ഹദീസുകളുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ കൗലുകളും ക്രോഡീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പല റിപ്പോർട്ടുകളിൽ നിന്ന് വന്ന വിവരണം സയ്യിദ് മുഹമ്മദുൽ ബർസഞ്ചി എന്നവർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. തവിട്ട് നിറത്തിലുള്ള മെലിഞ്ഞ ശരീരമായിരിക്കും. ഉയരം, വിശാല നെറ്റിത്തടം, ഉയർന്ന മൂക്ക്, വിടർന്ന സുറുമക്കണ്ണ്, തിളങ്ങുന്ന പല്ലുകള്, വലതു കവിളിൽ കറുത്ത അടയാളം, തിങ്ങിയ താടി, അറബികളുടെ നിറം, ഇസ്രായേലികളുടെ ശരീരം, കുറഞ്ഞ രോമങ്ങളുള്ള വെളുത്ത രണ്ട് വസ്ത്രം, അതുപോലെ തന്നെ വെളുത്ത രണ്ട് വസ്ത്രം. ഇതൊക്കെയാണ് മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മഹദി റളിയല്ലാഹു അൻഹു എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും. അദ്ദേഹത്തിന് മുടി, കുറഞ്ഞ വിശാല നെറ്റിയും ഉയർന്ന മൂക്കുമായിരിക്കും ഉണ്ടാവുക. ഭൂമിയിൽ അക്രമവും അനീതിയും നിറക്കപ്പെട്ടതുപോലെ മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ നീതി നിറക്കുന്നതാണ്. 7 വർഷം ഭരണം നടത്തും. ഇത് മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അലി ഇബ്നു അലിയുൽ ഹിലാലി റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം ഞാൻ അവിടെ ചെന്നു. ആ സമയം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ തലഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കരച്ചിലിന്റെ ശബ്ദം ഉയർന്നപ്പോൾ മുത്തുനബി ചോദിച്ചു, അല്ലയോ ഹബീബത്തി ഫാത്തിമ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറുപടി, അങ്ങയുടെ വഫാത്തിന് ശേഷമുള്ള നാശങ്ങളെ ഞാൻ ഭയക്കുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഹബീബത്തി, നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ഭൂലോകവാസികളിൽ തൻ്റെ മഹാത്മ്യം വെളിവാക്കിയപ്പോൾ അവരിൽ നിന്ന് നിന്റെ പിതാവിനെ അവൻ തെരഞ്ഞെടുക്കുകയും റിസാലത്തുമായി നിയോഗിക്കുകയും ചെയ്തു. വീണ്ടും അവന്റെ മഹാത്മ്യം, അതായത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത വെളിവാക്കിയപ്പോൾ അവരിൽ നിന്ന് നിന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ എനിക്ക് വഹി ലഭിച്ചു. നാം അഹ്ലു ബൈത്താണ്. മുമ്പോ ശേഷമോ
മറ്റാർക്കും നൽകാത്ത 7 മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്.